അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണത്തെ തുടർന്ന് പുരയിടത്തിലേക്ക് ചെളിവെള്ളം കയറുന്നതായി പരാതി. താഴെ ബക്കളത്തെ ഡോക്ടർ കേശവൻകുട്ടിയുടെ വീട്ടുമുറ്റത്ത് ചെളി കെട്ടിനിൽക്കുന്നതോടൊപ്പം കിണർവെള്ളവും മലിനമാവുകയാണ്. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജ് അശാസ്ത്രീയമാണെന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ധർമ്മശാല ഭാഗത്തുനിന്ന് വരുന്ന ഡ്രെയിനേജ് ബക്കളം ഭാഗത്തു നിന്നുള്ള ഡ്രെയിനേജിനേക്കാൾ താഴ്ന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകാരണം വെള്ളം ഒഴുകിപ്പോകാതെ പുറത്തേക്ക് വന്ന് സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ദേശീയപാതയുടെ പ്രവൃത്തി ആരംഭിച്ചതോടെയാണ് ഇത്തരത്തിലുള്ള ദുരിതം തുടങ്ങിയതെന്ന് കഴിഞ്ഞ 45 വർഷമായി താഴെ ബക്കളത്ത് താമസിക്കുന്ന ഡോക്ടർ കേശവൻകുട്ടിയും പ്രസന്നയും പറയുന്നു. ചെളി ഒഴിവാകുമെന്ന് കരുതി മുറ്റത്ത് പാകിയിരുന്ന ടൈൽസ് മാറ്റി ഇന്റർലോക്ക് പാകിയെങ്കിലും ചെളി കാരണം വഴുതി വീഴുന്നതും ഇന്ന് പതിവായിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. ഇത്രയും കാലമായിട്ട് ഇവിടെ മുറ്റത്ത് ടൈൽസ് ഒക്കെ ഇട്ട് നന്നായിട്ടൊക്കെ പോയതായിരുന്നു. ഇപ്പോൾ ഈ ചളി കൊണ്ട് വെള്ളം വന്നിട്ട് മഴ വന്നാൽ ചളി കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തെന്നി വീണ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ പൊളിച്ചു മാറ്റി ഇപ്പോൾ ഇത് ഇൻ്റർലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ടും യാതൊരു മാറ്റവുമില്ല. കാരണം ഇപ്പോൾ റോഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഡ്രൈനേജിൻ്റെ വെള്ളം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകി വരികയാണ്. ഇവിടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ വളരെ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ കൊണ്ട് വന്ന അബദ്ധമാണ് എനിക്കിവിടെ. എനിക്കിപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറി. ലക്ഷങ്ങളുടെ ചെലവാണ് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ടവർ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.